മാന്യപ്രേക്ഷകർക്ക് നോട്ടീസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ നാം തന്നെ കൃഷി ചെയ്തെടുത്താൽ വിഷവിമുക്തമായ പച്ചക്കറികൾ നമ്മുടെ ആഹാരത്തിന്റെ ഭാഗമാക്കാം. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ കൃഷിക്കാരന്റെ കൃഷിയിടത്തിലെ കാഴ്ചകളുമായി ഈ ആഴ്ചയിലെ നോട്ടീസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നു. മണ്ണറിഞ്ഞ് വിത്തെറിയുക ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം വേണ്ട ഗുണങ്ങളിൽ ഒന്നാണ് ഇത്. അങ്ങനെയുള്ള കർഷകരിൽ ഒരാളാണ് ഓച്ചിറ മടത്തിക്കാരാൺമ മാവണ്ണൂർ വടക്കതിൽ രാജഗോപാൽ. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ഇത്തവണ ലഭിച്ചതും ഇദ്ദേഹത്തിനാണ്. രണ്ടേക്കർ പുരയിടം, അതിലാണ് കാർഷിക പരീക്ഷണങ്ങളുമായി രാജഗോപാലിന്റെ മുന്നേറ്റം. ഈ പുരയിടം കണ്ടാൽ കൃഷി തുടങ്ങുവാനുള്ള ആഗ്രഹം ആർക്കുമുണ്ടാകും. 2 ഏക്കർ വരുന്ന പുരയിടത്തിൽ ഇല്ലാത്ത കാർഷിക വിളകളില്ല. ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ മതി. അത്രമാത്രം കൃഷിയുണ്ട്. വാഴയുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, കർക്കിടക ചേമ്പുണ്ട്, നെല്ലുണ്ട്, പിന്നെ കസ്തൂരി മഞ്ഞൾ വരെയുണ്ട്. വാഴയാണെങ്കിൽ 15 തരം വാഴയുണ്ട് ഇവിടെ. കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്. എന്താണില്ല, പിന്നെ പച്ചക്കറി ഇല്ലാത്ത ഒരു സാധനങ്ങളില്ല. ഞങ്ങൾ ഉള്ളി മാത്രമേ വാങ്ങുന്നുള്ളൂ. ബാക്കി എല്ലാ സാധനവും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. 15 തരത്തിൽപ്പെട്ട വാഴകളും പച്ചക്കറികളും മികച്ച ഇനം കുരുമുളക് കൊടികളും എല്ലാം ഈ പറമ്പിൽ സുലഭമാണ്. കാർഷിക പാഠങ്ങൾ പഠിക്കുവാൻ ഇവിടേക്ക് സ്കൂൾ വിദ്യാർത്ഥികളും എത്താറുണ്ട്. കുറെ കുട്ടികൾ വളരെ സന്തോഷമായിട്ട് ഇത് കണ്ടു. എങ്ങനെ കൃഷി ചെയ്യേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചു. എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി വിളിക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോയി. വളരെ താല്പര്യമുള്ള പിള്ളേരുണ്ട്. ഇപ്പോഴാണ് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നല്ല, പിള്ളേർക്ക് വിഷമില്ലാത്ത ആഹാരം കഴിക്കണം, പച്ചക്കറി കഴിക്കണം എന്നുള്ള ലക്ഷ്യത്തോടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കീടങ്ങളെ പിടിച്ച് നശിപ്പിക്കുന്നതാണ് കാർഷിക വിളകളെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ഈ കർഷകൻ പറയുന്നു. കീടങ്ങളെ പിടിച്ച് നശിപ്പിക്കുക ഏറ്റവും ബെസ്റ്റ് മാർഗം. കീടനാശിനി അടിക്കുന്നതിനേക്കാൾ നല്ലത്. രാവിലെ പോയി കാണുന്ന വർണ്ണത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും കുറയും. ചിലപ്പോൾ വൈകിട്ട് കാണുമ്പോൾ കാണത്തില്ല, പിറ്റേ ദിവസം ഒന്ന് കാണും. പിന്നെ വിഷർ ഏറ്റവും വലിയൊരു കർഷകന്റെ മിത്രമാണെന്ന് ഇവിടെ എന്റെ വൈഫ് കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്. രാജഗോപാലിന്റെ സഹധർമ്മിണിയാണ് കൃഷിയിൽ സഹായിക്കുന്നത്. കാർഷിക വിളകൾക്കിടയിൽ വളർത്തുമൃഗങ്ങളും മത്സ്യക്കുളവുമുണ്ട്. 10 സെന്റോളം വരുന്ന സ്ഥലത്ത് മുട്ടക്കോഴികളെയും ഇവർ വളർത്തുന്നു. വീട്ടമ്മമാർക്ക് മികച്ച വരുമാന മാർഗമാണ് മുട്ടക്കോഴി വളർത്തലെന്ന് ഇവർ പറയുന്നു. ഞങ്ങളൊരു 10 സെന്റ് സ്ഥലത്തോളം ഇതിന് നെറ്റിട്ട് ഇതിനകത്ത് തന്നെ കൂട് അറേഞ്ച് ചെയ്താണ് ഇതിനെ വളർത്തുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു കുളമുണ്ട്, അതിനകത്ത് മത്സ്യം ഇട്ടിട്ടുണ്ട്. ആ കുളത്തിലിറങ്ങിയ കോഴികൾ വെള്ളം കുടിക്കുകയും അതിലെ പായലുകൾ അതിന് തിന്നാനുള്ള ഒരു ചിട്ടയായിട്ടുണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇതിന് തീറ്റകളെല്ലാം വരുന്നിടം വരെയുള്ള തീറ്റകളും കൊടുക്കാറുണ്ട്. വിദേശത്തുനിന്നും നാട്ടിലെത്തിയ ശേഷമാണ് രാജഗോപാൽ കൃഷിയിലേക്ക് തിരിഞ്ഞത്. കൃത്യമായ പരിപാലനമാണ് മികച്ച വിളവെടുപ്പിന് ആധാരമെന്നത് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇവർ രണ്ടുപേരും സന്തുഷ്ടരാണ്. മനസ്സിന് ഇത്രയും സന്തോഷം ഉണ്ടാകുന്ന വേറെ ഒരൊറ്റ യോഗവുമില്ല. അതിന്റെ ഓരോ സാധനവും വളർന്നു വരുന്ന രാവിലെ വൈകിട്ടും അതിന്റെ ചുവട്ടിൽ പോയി എന്ന് കാണുമ്പോൾ അതിന്റെ മാനസോല്ലാസം എന്ന പ്രത്യേകത തന്നെയാണ്. അപൂർവം കാലാവസ്ഥകളിൽ മാത്രം വിളവെടുക്കാൻ കഴിയുന്ന മിക്ക പച്ചക്കറികളും ഇവരുടെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അധ്വാനം കൊണ്ട് ഏത് കാലാവസ്ഥയിൽ ഏതും വിളയിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇത് പടവലം പാവല് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വിളയുന്നില്ലേ. ഞാൻ വിളയിച്ചു. ചീരയും ഇപ്പൊ ചെയ്യാൻ പറ്റും. ചീരയും ഉണ്ട്. എല്ലാവരും വിഷമുക്തമായ പച്ചക്കറികൾ ഉപയോഗിക്കുന്ന ഒരു നല്ല നാൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. നാം എല്ലാവരും മനസ്സുവെച്ചാൽ പ്രതീക്ഷ യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പാണ്. വളമായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ജൈവവളം മാത്രമേ ചെയ്യുന്നുണ്ട്. ചാണകം എടുത്ത് കലക്കി ഒഴിക്കുക, അതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതുപോലെ ഗോമൂത്രം ഒഴിക്കും. മണ്ണിനെ സ്നേഹിക്കുന്ന ഈ കർഷകനും കുടുംബത്തിനും എല്ലാ ഭാവുകങ്ങളും നോട്ടീസ് റൗണ്ടപ്പ് നേരുന്നു. ഒപ്പം ഈ കാഴ്ചകൾ ഒരു പ്രചോദനമാകട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു.